നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുമലൈ നായക്കർ മഹലിൻ്റെ അവിടെയാണ് കേട്ടോ. അതിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ടൈം 9:10 10 മണിക്കാണ് എന്തോ ഓപ്പൺ ആവാന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മധുരയിൽ കാണാനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഈ ഒരു സ്ഥലം നമ്മൾ മുമ്പ് പോയിട്ടില്ല. ഈ കാണട വേണ്ട തിരുമലൈ നായർക്ക്. ഈ കാണാണ് മഹല്. അതിൻ്റെ ഉള്ളിലേക്ക് ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കയറാത്തത്. ഇവിടെയും കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മധുരയിൽ കണ്ട പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ തന്നെ എത്ര ദൂരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം. നമുക്ക് എന്തായാലും ഗാർഡൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. അത് അവിടുത്തെ വ്യൂസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഉള്ളിൽ കയറാം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. LD ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ആ പാലസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നൈറ്റ് എന്തോ രാത്രി പരിപാടിയൊക്കെ ഉണ്ട്. അതിനാണ് ഈ ചെയറൊക്കെ ഇട്ടിരിക്കുന്നത്. ലൈറ്റ് ഷോ അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. പൊളി വൈബാട്ടോ. ലൈറ്റ് ഷോ കാണാനായിട്ട് ഇവിടെ ചെയറൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് പെർമിഷനൊന്നുമില്ല. പക്ഷെ നമ്മൾ ആരും അറിയാതെയാണ് എടുക്കുന്നത്. ഈ ഡിസൈൻ വർക്കൊക്കെ ഉണ്ടോ? സൂപ്പർ സാധനം, വേറെ ലെവലാണ്. തൂണൊക്കെ എന്ത് വലിപ്പാന്ന്. ഈ ഒരു തിരുമലൈ നായക്കർ പാലസിൽ നമുക്ക് എവിടെ നോക്കിയാലും ഒരു രാജസ്ഥാനി ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളും രാജസ്ഥാനി സ്റ്റൈലിലാണ് ഇത് പണിതിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ മുമ്പ് ഒരു തെപ്പക്കുളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ കുളത്തിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതും പണിതിട്ടുള്ള ഈ ഒരു തിരുമലൈ നായർക്കർ തന്നെയാണ്. ഇതാണ് മറ്റേ തിരുപ്പരംകുണ്ട്രം മഹാരാജാവിൻ്റെ മറ്റേ മെയിൻ കസേര. ഇവിടുന്ന് പുറമേക്കുള്ളൊരു വ്യൂ കണ്ടോ? ആ സംഭവം കാണുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ് കേട്ടോ. അവിടെ ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇന്നത്തെ കാലത്ത് ഈ പാലസൊക്കെ കെട്ടിണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണം. രക്ഷയില്ലാത്തൊരു മൈൻഡാണ്. ആ ഡിസൈൻ വർക്ക് കണ്ടോ, എന്ത് രസം. എന്താ സംഭവിച്ചാൽ അന്നത്തെ കാലത്തുള്ളൊരു ആളാണ്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. 1995 ഇറങ്ങിയിട്ടുള്ള ബോംബെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട്, മനുഷ്യക്കൊരാളിയും അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിയും അഭിനയിച്ചിട്ടുള്ളത്. അതിലത്തെ ഒരു കണ്ണാളനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിക് ഉണ്ട്. ആ ഒരു സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. ആ ഒരു സോങ്ങിൽ മിക്ക സീൻസ് എടുത്തിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ്. അത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ്. വെറും 30 രൂപയുള്ളതാണ് ടിക്കറ്റിൻ്റെ റേറ്റ് ഒരാൾക്ക്. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. ആ ഫ്ലോറിൻ്റെ ഒരു ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അങ്ങനെ ആ പരിപാടി നടക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തിക്കാനുള്ളൂ. സംഭവം അവിടെ തന്നെ കാണാൻ നല്ല രസം. അത് തന്നെയാണ് എൻട്രി. എന്നിട്ട് നമ്മൾ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് അതേ ഇങ്ങനെ പോയിട്ട് അതേ കൂടെ അങ്ങനെ ഇറങ്ങുകയാണ്. ഇതവിടെ എഴുതിയിട്ടുണ്ടോ, ഡെയിലി ഷോ ടൈം 6:45 to 7:35 വരെയുള്ളത്. ഇവിടെ വേറെന്തോ ഇതിലേക്കുള്ള വഴി. ആ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ അവിടെ വരുമ്പോൾ ഇവിടെ ഒരു ജയിൽ പോലൊരു സംഭവം കേട്ടോ. എന്തായാലും അവിടെ എന്താ കാണാനുള്ളത് നോക്കാം. പാലസിൻ്റെ ചരിത്രം കറക്റ്റായിട്ട് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതറിയണവർ വല്ലവരും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ് നന്നായി. ഇതവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കാണാനുള്ള വെച്ചാൽ ഈ പാലസിൻ്റെ പഴയ കാലത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അന്നത്തെ കാലത്ത് ഈ പാലസ് ഉണ്ടാകുന്നൊരു ഇതാണ് 19th CE. செம்மையாக இருக்குல்ல. ഇവിടെ ചോളന്മാരുടെ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ.
ഇനി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കുറേ ശില്പങ്ങളൊക്കെ കാണാം. അന്നത്തെ കാലത്ത് ഈ ഒരു പാലസ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളാണ്. ഇവിടെ കുറേ അന്നത്തെ കാലത്തെ ടൈപ്പിലുള്ള കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മൈക്രോലിത്തിക് ടൂൾസാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. നായ്ക്ക, നന്ദി, പിന്നെ പണ്ട് കാലത്ത് യൂസ് ചെയ്താണ് ക്യാനൺ. ഇത് ഇന്ദ്രൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് ദുർഗയുടെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. നടരാജർ, ഇത് ദേവിയുടെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് തിരുമല. ഇത് തിരുമാളുള്ളൊരു സ്റ്റാച്ചു ആണ്. ഇത് ദുർഗയും തിരുമാളും കൂടിയിട്ടുള്ളത്. അതായത് പാലസിൻ്റെ സെൻട്രലായിട്ട് ഇതുണ്ട്, ഒരു നടുമുറ്റൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയുണ്ട്. ഇത് സെഞ്ച്വറീസ് മുമ്പുള്ള വിഗ്രഹങ്ങളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മായനദി സിനിമയിൽ ഉയിരി നദിയെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഉണ്ട്. അതിൽ ടോവിനോ തോമസും അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മിയും ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ ഒരു സ്ഥലം ഈ ഒരു കാണുന്ന പ്ലേസാണ്.
നമ്മൾ ആ റൂമ് കടന്നു വന്ന് ഇങ്ങോട്ട് കടന്നു വന്നാണ്. ഇവിടെ വേറെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ഇതുകൊണ്ട് മിക്ക കല്ലുകളുടെ മുകളിലും ഈ വട്ടെഴുത്ത് സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. ഇത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ജെയിൻ ഇൻസ്ക്രിപ്ഷൻ ഓഫ് റെഫേഴ്സ് ടു മേക്ക് reputation of calcium village by അതവിടെ വട്ടെഴുത്തുന്നത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം എന്നൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈ തമിഴൊക്കെ അറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇത് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന താളിയോലകളാണ് കേട്ടോ. ഇതാണ് പണ്ട് താളിയോല എഴുതാനായിട്ട് ഉപയോഗിച്ചായിരുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ പുറത്തേക്ക് പോവാം. പുറത്ത് വേറെ അടിപൊളി കാഴ്ചയുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം ടൈം ആയിക്കാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ ട്രാവലിംഗ് വീഡിയോസിൻ്റെ അപ്ഡേഷനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.